എളുപ്പത്തിൽ നല്ല രുചിയുള്ള ഒരു കറി തയ്യാറാക്കാം. പലഹാരത്തിനും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ഒരു 3 കപ്പ് വെള്ളം തിളപ്പിക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. 2 കപ്പ് സോയാ ബോൾസ് അതിലേക്ക് ആഡ് ചെയ്യാം. ഇതിനെ നല്ലതുപോലെ തിളപ്പിച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ ഒരു അരിപ്പക്കയിൽ ഉപയോഗിച്ച് തിളച്ച വെള്ളത്തിൽ നിന്നും നമുക്കതിനെ കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നീട് ഇതുപോലെ പച്ചവെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത് വെക്കുക. ഇനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സി ജാറിൽ ഒരു തക്കാളി മുറിച്ചത്, 10 അണ്ടിപ്പരിപ്പ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് നമുക്കിതിനെ അരച്ചെടുക്കാം. ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു സവാള നീളത്തിൽ മുറിച്ചത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴണ്ടി വരുന്നതിനായി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർക്കാം. 2 പച്ചമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വഴറ്റാം. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾ എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി അരപ്പ് അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് പാകത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർക്കാം. ഇത് തിളച്ചതിന് ശേഷം നമ്മൾ പിഴിഞ്ഞു മാറ്റി വെച്ച സോയാ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സോയാ ചങ്ക്സ് മസാലയിൽ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുക്കർ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. നല്ല രുചിയുള്ള സോയാ ചങ്ക്സ് കറി റെഡി ആയിട്ടുണ്ട്.